കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നേരെ എത്രയായില്ലേ, നമ്മളൊന്നും അന്വേഷിക്കണ്ടേ? അരുന്ധതി മോളെ എവിടേക്കാ കൊണ്ടുപോയെന്ന് അറിയില്ലല്ലോ. അവരെ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. നമ്മുടെ ഗതികേട് കൊണ്ട് അരുന്ധതി പറഞ്ഞതെല്ലാം അംഗീകരിച്ച് കാശ് വാങ്ങിപ്പോയി. അതിന്റെ പേരില് ശ്യാമി അവർക്ക് തീരെഴുതി കൊടുക്കാൻ പറ്റുമോ? നീ ഇപ്പൊ എവിടേക്ക് പോവുക അരവിന്ദ? ശ്യാമ അന്വേഷിച്ച് അവർക്ക് ചോദിക്കാനോ പറയാനോ ആരില്ലെന്നായിരിക്കും അരുന്ധതി ടീച്ചറിന്റെ ധാരണ. അയ്യോ, ചെല്ല് ചെല്ല്, എല്ലാ ധാരണയും മാറും. ഈ ഉണക്ക കമ്പടത്തെ തുത്തുത്തൂന്ന് ഊതുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അവരോട് പോയി വഴക്കിടാൻ. മോളെ, ശ്യാമി നിന്നെ പോലൊരു പെണ്ണല്ലേ, അവൾക്കൊരു ജീവിതം വേണ്ടേ? ഇനി എക്കാലത്തും അരുന്ധതിയുടെ അടിമയായി അവർക്ക് വേണ്ടി ജീവിക്കാൻ അവളെ വിട്ടുകൊടുക്കണോ? മോളെ, നീ വന്നു കയറിയത് മുതൽ ഇത് നിന്റെയും കൂടെ വീടല്ലേ. അവളുടെ കാര്യത്തിൽ മോളെ നിനക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലേ? ഓ അയ്യോ, ഒരു ഉത്തരവാദിത്വം. ഭർത്താവിന്റെ പെങ്ങളെ ഉത്തരവാദിത്വത്തോടെ നോക്കിക്കൊള്ളാന്നേ ഞാനൊരിടത്ത് എഗ്രിമെന്റ് വെച്ചിട്ടില്ല. അവളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. നടന്നത് തന്നെ. അച്ഛാ, ഞാൻ ശ്യാമ അന്വേഷിച്ചു പോവാം. അവളുമായിട്ട് ഞാൻ തിരിച്ചു വരും. ഒരു 5 മിനിറ്റ്. ഇതുവരെ വന്നിട്ട് വാസുദേവൻ ചേട്ടനെ ഒന്ന് കാണാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഞങ്ങളൊന്ന് കണ്ടിട്ട് വരാം. സാർ വരൂ. വാ മായ. നമ്മള് ബന്ധുക്കളാണെന്ന് പറഞ്ഞ് ഇവര് വിശ്വസിക്കോ? നമ്മൾ തറപ്പിച്ച് പറഞ്ഞ അതാണ് ശരി. ഇയാള് പറഞ്ഞതുപോലെ ഇവർ അടുത്ത ബന്ധുക്കളാണെങ്കിൽ എനിക്ക് വേണ്ടി പാടുന്നത് ശ്യാമയാണെന്ന് പറയില്ലേ? അച്ഛാ, ഇത് ജഗന്നാഥൻ സാർ. ഇത് സാറിന്റെ ഭാര്യ മായ മാഡം. നമസ്കാരം. സിനിമയിൽ പാടാൻ അവസരം തരുമെന്ന് അയാൾ ഉറപ്പ് പറഞ്ഞതാ. ഇനിയിപ്പോ എല്ലാം നശിക്കുമല്ലോ. ഇന്ന് ഞങ്ങളൊരു വലിയ വീട്ടിലെ പ്രോഗ്രാമിന് പോയപ്പോ പരിചയപ്പെട്ടതാ. അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ ബന്ധുക്കളാന്ന് പറഞ്ഞു. ബന്ധുക്കളോ? അതെ, ബന്ധം പറഞ്ഞു വരുമ്പോ കൺഫ്യൂഷൻ ആവും. എന്നാലും സഹോദര സ്ഥാനീയനായ വാദ്യകലാകാരൻ വാസുദേവനെ കുറിച്ച് അമ്മ പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. വരൂ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വരൂ. അവള് കാരണം നമുക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ കുടുംബത്തിന്റെ സർവനാശമായിരിക്കും. എന്താ ഇത്? കഴിക്കാനുള്ളതാണോ? ജഗൻ പറഞ്ഞ് വാസുദേവേട്ടന്റെ പേര് ഞാനും കേട്ടിട്ടുണ്ട്. എന്റെ അമ്മയുടെ അച്ഛനാ പ്രശസ്ത സോപാന ഗായകൻ രാമൻ പൊതുവാൾ. അദ്ദേഹത്തിന്റെ അനിയന്റെ ഭാര്യയല്ലേ വാസുദേവൻ ചേട്ടന്റെ അമ്മ. അതായത് എന്റെ അമ്മയും വാസുദേവൻ ചേട്ടന്റെ അമ്മയും അനിയത്തിയും ചേട്ടത്തിയുമായിട്ട് വരും. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാ അമ്മ മരിച്ചത്. പിന്നെ തൃശ്ശൂരിലെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് പഠിച്ചതും വളർന്നതും ഒക്കെ. കല്യാണം കഴിഞ്ഞത് മുതൽ ഇവിടാ. ആ, അതാ പാലക്കാട്ടുള്ള സ്വന്തക്കാരുമായിട്ട് അടുപ്പമില്ലാത്തത്. ശരിക്കു പറഞ്ഞ ഇവള് നമ്മുടെ മകളായിട്ട് വരും അല്ലേ ജഗൻ? അങ്ങനെ പെട്ടെന്ന് ഓടിക്കയറി വന്ന ഒരു ബന്ധം പറഞ്ഞാ എങ്ങനെയാ മകളാവുന്നേ? വെറുതെ അല്ല, തെളിവുണ്ട്. നിങ്ങൾ പാലക്കാട് പോയെന്ന് അന്വേഷിക്കേ. പിന്നെ ഒരേ രക്തത്തിൽ പിറന്ന 2 സഹോദരിമാരുടെ മക്കളാ ഞാനും വാസുവേട്ടനും. അങ്ങനെ നോക്കുമ്പോ ശ്യാമ ഞങ്ങൾക്ക് മകളുടെ സ്ഥാനത്തല്ലേ. അമ്മ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഒന്ന് അകത്ത് ചെന്ന് നോക്ക്. ഇവളെ കണ്ടത് മുതൽ എനിക്കെന്റെ മകളെയാണ് ഓർമ്മ വന്നത്. ഏതാണ്ട് ഇതേ രൂപമായിരുന്നു ഞങ്ങളുടെ മോക്ക്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരപകടത്തിൽപ്പെട്ട് അവൾ മരിച്ചു. അരുന്ധതി മാഡം, നിങ്ങളോടാണ് ഞാൻ നന്ദി പറയേണ്ടത്. ശ്യാമയെ കാണാനും പരിചയപ്പെടാനും ഇവിടെ വന്ന് ബന്ധം പുതുക്കാനും എല്ലാം കാരണമായത് നിങ്ങളാ. ഇതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരുപാട് കാലങ്ങൾക്ക് ശേഷം എന്റെ ചേട്ടനെയും കുടുംബത്തിനെയും എനിക്ക് കാണാൻ സാധിച്ചല്ലോ. അപ്പോ സമയം കിട്ടുന്ന പോലെ ഇനി ഒരു ദിവസം വരാം. എന്നാ ഇറങ്ങട്ടെ. ശ്യാമയ്ക്ക് വിവാഹാലോചനകളൊക്കെ വരുന്നുണ്ടോ? അല്ല, അങ്ങനെ ചോദിച്ചാ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പെണ്ണ് കാണാൻ പലരും വരുന്നുണ്ട്.
പക്ഷെ വരുന്നവർക്കാർക്കും ഇവളുടെ ഭർത്താവാകാനുള്ള സൗന്ദര്യമില്ല. അതുകൊണ്ട് മൂത്ത് നരച്ച് ഇവിടെ തന്നെ നിൽക്കുക. ഇവിടുത്തെ അവസ്ഥയൊക്കെ ശരിക്കും എനിക്ക് മനസ്സിലാവും. പണത്തിന്റെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം. ഞങ്ങൾക്ക് ഒറ്റ മോളായിരുന്നു. സമ്പാദിച്ചു കൂട്ടിയതൊക്കെ അവൾക്ക് വേണ്ടിയാ. ഞങ്ങളുടെ മോള് നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ശ്യാമയെ സ്വന്തം മോളായി കണ്ട് ഇവളുടെ വിവാഹം ഞങ്ങൾ നടത്തിത്തരാം. നിങ്ങൾ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധം ഞങ്ങൾ തന്നെ കൊണ്ടുവരാം. ജഗൻ സർ, നിങ്ങൾ പൊയ്ക്കോളൂ. ഞങ്ങൾക്ക് തൊട്ടടുത്ത വീട്. ഓക്കെ, എന്നാ വാമേ. വാസുട്ടാ, ശരി. ഈ ബാമ്പുരുട്ടുമ്പോൾ ഒരു തണുപ്പുണ്ടാവില്ലേ, അതുപോലെ അമ്മ നെറ്റിയിൽ കൈവച്ചപ്പോൾ നല്ല സുഖം. ആദി, ആക്കിക്ക് ചെറിയ പനി പോലെയുണ്ട്, ഒന്ന് നോക്കിയേ. ഇല്ലേ? ഹേയ്, അമ്മയുടെ തോന്നല. എന്തായാലും അമ്മയുടെ സമാധാനത്തിന് ഡോക്ടറെ വിളിക്കാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അമ്മ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ചു നേരം ഇരുന്നാൽ മതി. ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു തളർച്ച വരുമ്പോൾ കൂടെ നിന്ന് ശുശ്രൂഷിക്കാൻ അമ്മ തന്നെ വേണം. ആദ്യമായിട്ട് ഞാനും കൂടി ഇവിടെ ഇരുന്നോളാം. അമ്മ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലേ. അമ്മയും അച്ഛനും ഇന്ന് ഫുൾ എൻഗേജഡ് ആയിരുന്നല്ലോ. നല്ല ക്ഷീണമുണ്ട്. അമ്മ ചെല്ലാതെ അച്ഛനൊന്നും കഴിക്കത്തുമില്ല, ഉറങ്ങത്തുമില്ല. ചെല്ല്. വേണ്ടടാ, ഞാനിവിടെ ഇരുന്നാലേ ശരിയാവുള്ളൂ. ഇവന്റെ കാര്യത്തിലുള്ള എൻ്റെ ഉത്കണ്ഠ ആനന്ദേട്ടനറിയാം. ഇവന് 10 വയസ്സുള്ളപ്പോഴാ സ്കൂള് വിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഏതോ അക്രമി സംഘം തട്ടിക്കൊണ്ടുപോയി ഇരുട്ടുമുറിയിൽ പൂട്ടിയിട്ട ശേഷം പണം ആവശ്യപ്പെട്ടു. ആ സംഭവത്തോടെ ഇരുട്ടിനെ ഇവന് പേടിയായി തുടങ്ങി. ഒരുപാട് കൗൺസിലിങ്ങും ട്രീറ്റ്മെന്റും നടത്തിയിട്ടും ആ ഷോക്കിൽ നിന്ന് എന്റെ മോൻ ഇതുവരെ മോചിതനായിട്ടില്ല. നിനക്കൊരു അപകടം ഉണ്ടായാ അതെത്ര ദൂരത്ത് വെച്ചാണെങ്കിലും അതിന്റെ സൂചന ഈ അമ്മയ്ക്ക് കിട്ടും. ആ സമയത്ത് എന്റെ ഹൃദയം തുടിക്കും. നിന്റെ വിളിയൊച്ചെന്റെ കാതിലെത്തും. നിങ്ങൾ പോയിക്കോ, ഞാൻ എവിടെ ഇരുന്നോളാം. നീ വാ. മോനെ അമൃതേ, നീ എന്തായി കാണിച്ചേ? ആ ലൈറ്റ് ഇട്. സോറി അമ്മേ. ഇവൻ ഇരുട്ട് പേടിയാണെന്ന് നിനക്കറിയില്ലേ? രാത്രി കിടക്കുമ്പോഴും വിളിച്ചണയ്ക്കാൻ പറ്റില്ല. ഞാൻ അറിയാതെ റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാറുണ്ട്. അതോർത്ത് ലൈറ്റ് ഓഫ് ചെയ്തതാ. ഞാൻ എന്തുകൊണ്ടാണ് ഇവൻ ഇത്രമാത്രം ശ്രദ്ധ കൊടുക്കുന്നതെന്ന് അമൃതക്ക് അറിയില്ലേ? അമ്മ സോറി. നീ വാ.
എനിക്ക് മക്കളെല്ലാം ഒരുപോലെയല്ലേ? എന്നിട്ട് എന്നോടെന്താ കൂടുതൽ സ്നേഹം? അമ്മയുടെ സ്നേഹം ഒരിക്കലും കുറഞ്ഞു പോയിന്ന് നീ പറയാതിരിക്കാൻ. കിടന്നോ, എന്നിട്ട് സുഖമായിട്ട് ഉറങ്ങിക്കോ. അമ്മ കൂടെ തന്നെയുണ്ട്. നീ ഇതുവരെ കഴിച്ചു കഴിഞ്ഞില്ലേ? കഴിക്കാനും സമ്മതിക്കില്ലല്ലോ. പശു അയ വറുക്കുന്ന പോലെ എപ്പോഴും ചവച്ചോണ്ടിരിക്കുന്ന കാണാമല്ലോ. ഞാനെന്താ തീറ്റ പ്രാന്തിയാണോ? എവിടെയെങ്കിലും പോയി തെണ്ടിത്തിരിഞ്ഞ് ജീവിക്കുന്നവരെ എന്നെ കളിയാക്കാൻ വന്നാലുണ്ടല്ലോ. ഇവര് കൊണ്ടുവന്നതല്ലേ ജയന്തി നീ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നത്? ഇത് ഇവിടെ ഇരുന്ന് വെറുതെ തീറ്റായി പോണ്ടാന്ന് കരുതി കഴിച്ചതാ. അന്നം വേസ്റ്റാക്കി കളയാൻ പാടില്ലല്ലോ. ഇനി ഇതിവിടെ നിന്ന് കഴിച്ചാലേ നിങ്ങൾ കൊതി വിടും. മാറുണ്ട്. അയ്യോ, എന്താന്നറിയില്ല, ഈയിടെയായിട്ടേ എനിക്ക് ഷുഗർ ഭയങ്കര കുറവാ. പോയി കിടന്നേ. ശ്യാമ കിടന്നോ അമ്മേ? എടാ, എനിക്ക് അവളുടെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ തന്നെ പേടിയാ. കല്യാണം കഴിഞ്ഞ് ഭർത്താവ് ഒത്ത് ജീവിക്കേണ്ടവള. നമ്മൾ അവളുടെ ഭാവി ഇല്ലാതാക്കിയതുപോലെ. എത്ര ദേഷ്യപ്പെട്ടാലും വഴക്ക് പറഞ്ഞാലും ഒരു സങ്കടം വരുമ്പോൾ ചേർത്ത് പിടിച്ച് പോട്ടെ സാരില്ലെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ അമ്മ തന്നെ വേണം. അമ്മേ, അമ്മേ, അമ്മയോട് ഞാൻ എത്ര തവണ പറഞ്ഞതാ, എനിക്ക് ഒരു സങ്കടവും ഇല്ല, ഞാൻ ഹാപ്പിയാ. എന്റെ മോളെ, ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ ഓരോരുത്തർ വെച്ച് നീട്ടുമ്പോഴേ അതൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയില്ലേ നമ്മള്? നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? ആ, ഇന്നത്തെ കാര്യം തന്നെ എടുക്കാം. പ്രോഗ്രാം നടന്ന വീട്ടില് ഒരു തീപിടുത്തം ഉണ്ടായി. എന്നിട്ട് ഒരു നിയോഗം പോലെ ആ വീട്ടിലെ സാറിനെ തീപ്പൊള്ളിലേൽക്കാതെ രക്ഷിക്കാൻ എനിക്ക് പറ്റി. അദ്ദേഹത്തിന് ഒരു അപകടവും വരുത്താതെ കൃഷ്ണൻ കാത്തു. നീ അയാളെ വലിയൊരു അപകടത്തിൽ നിന്നാ രക്ഷിച്ചത്. അതിന്റെ അനുഗ്രഹം നിനക്ക് എപ്പോഴും കിട്ടും മോളെ. അതിന് രക്ഷിച്ച ഞാനാണെന്ന് അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അതൊക്കെ അറിയിക്കേണ്ട നേരത്ത് തന്നെ ഭഗവാൻ അറിയിച്ചോളും. എന്നാലും കൃഷ്ണന്റെ ഓരോ ലീലാവിലാസങ്ങളെ. അമ്മ, അമ്മ എന്നെ ചുറ്റിപ്പിടിച്ചേ, ഞാനൊന്ന് സുഖമായിട്ട് ഉറങ്ങട്ടെ.
എന്താ ലക്ഷ്മി അപ്പച്ചി, ഇരുമ്പ് പുട്ടാണോ ഇത്ര ബലം പിടിച്ച് കുത്തിമറിക്കാൻ? ഈ പ്ലേറ്റ് ഒന്നും നന്നായിട്ട് വാഷ് ചെയ്യാറില്ലേ? ഞാൻ നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചതാണല്ലോ മോളെ. ഇങ്ങതാ. പാത്രം വൃത്തിയില്ലെന്ന് എന്തെങ്കിലും ഒരു സംശയം തോന്നിയാ ഇത്രയേ ഉള്ളൂ, ഒന്നുകൂടി ഒന്ന് കഴുകി വൃത്തിയാക്ക. ലക്ഷ്മി അപ്പച്ചി, ഞാൻ എപ്പോഴും പറയുന്നതല്ലേ, ഈ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ആരോഗ്യം ഇവിടെ ഉണ്ടാക്കുന്ന ഫുഡിന്റെ ക്വാളിറ്റിയിലും നീറ്റ്നെസ്സിലുമാണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. അയ്യോ, മോളെ പോലെ എല്ലാ കാര്യത്തിലും അറിവുള്ള ഒരു മരുമകള് വന്ന് കേറിയതാ ഈ കുടുംബത്തിന്റെ ഭാഗ്യം. ഇങ്ങനെ തള്ളാതെ ജാനകിയമ്മേ, പൊടിഞ്ഞു പോവും. അയ്യോ, ഞാൻ തള്ളിയതൊന്നുമല്ല. ഇവിടുത്തെ എല്ലാ കാര്യത്തിലും ഐശ്വര്യമോള് കാണിക്കുന്ന ആ ശുഷ്കാന്തിയെ കുറിച്ച് പറഞ്ഞതാ. അമൃതേച്ചി എന്തിനാ ഈ ജോലികളൊക്കെ ചെയ്യുന്നത്? ലക്ഷ്മി അപ്പച്ചി നോക്കിക്കോളൂല്ലോ. നമ്മുടെ വീട്ടിൽ എന്ത് ജോലി ചെയ്യുന്നതിനും മടിക്കേണ്ട കാര്യമില്ല. പക്ഷേ അതൊന്നും കഷ്ടപ്പെട്ടാകരുത്, ഇഷ്ടപ്പെട്ട് ചെയ്യണം. മോള് പറഞ്ഞത് കലക്കി. അവളുടെ വിചാരം ഇവിടുത്തെ റാണിയാണെന്നാ. എന്തെങ്കിലും ചെയ്താൽ കയ്യിലെ തൊലി ഉരിഞ്ഞു പോവുമല്ലോ. നേരെ ചൊവ്വ ഒരു ചമ്മന്തി അരയ്ക്കാൻ അറിയോ? എപ്പോഴും ആജ്ഞ മാത്രം. യൂസ്ലെസ് ഫെലോ. ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ ലക്ഷ്മി അപ്പച്ചി. ഐശ്വര്യ അങ്ങനെയാവും ശീലിച്ചത്. എന്ത് ശീലം? യഥാർത്ഥ വീട്ടമ്മന്ന് പറഞ്ഞാലേ അത് മോളാ. വസുന്ധരയ്ക്ക് ശേഷം ഈ കുടുംബത്തിന്റെ നായിക. ഐശ്വര്യയുടെ ലക്ഷ്മി അപ്പച്ചി ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരുന്നത്? ഇനി അഖില വിവാഹം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയോടും ലക്ഷ്മി അപ്പച്ചി ഇത് തന്നെയല്ലേ പറയാൻ പോകുന്നേ? അതെ, മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന സ്വഭാവം എനിക്കില്ല. പരദൂഷണമെന്ന് വാക്കി എനിക്ക് അലർജിയാ. എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനെ, എന്റെ ഇഷ്ടങ്ങൾ എന്റേതാക്കി മാറ്റണേ. നിന്റെ കഴുത്തിൽ ഹൃദയഭാഗത്തോട് ചേർന്ന് കിടക്കാനുള്ള ഭാഗ്യം എന്നും ഈ തുളസിമാലയ്ക്ക. ഞാനിപ്പോ നിന്നെ അണിയിക്കുന്ന ഈ തുളസിമാല അത് ഞാൻ തന്നെയാ കണ്ണ. എന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി വരാൻ പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണോ ഇതല്ല? ഇങ്ങനെ സസ്പെൻസ് ഇടാതെ അവൾ ആരാന്ന് എനിക്ക് കാണിച്ചു താകണ്ട. അതെ, ഇങ്ങനെ ശ്രീകൃഷ്ണന് മാല കെട്ടിയും ചന്ദനം അരച്ചു നടന്നാലേ ജീവിതാവില്ല. വയറ്റിലേക്ക് എന്തെങ്കിലും പോണമെങ്കിലേ അടുക്കള കയറി ജോലി ചെയ്യണം. ഏട്ടത്തിയമ്മയ്ക്ക് അടുക്കള പണി ചെയ്തൂടെ? എല്ലാം ശ്യാമേച്ചി തന്നെ ചെയ്യണമെന്നില്ലല്ലോ. ഞാനിവിടെ ചുമ്മാ ഇരിക്കാന്നാണോ നിന്റെയൊക്കെ വിചാരം? ശ്യാമേ, എടി നീ ഇതുവരെ റെഡി ആയില്ലേ? എന്തിനാ? എടി പുഷ്പയുടെ ഇളയ അനിയത്തി വയസ്സറിയിച്ചതിന്റെ ചടങ്ങ് ഇന്നല്ലേ? അവരുടെ വീട്ടുകാർ അത് ആഘോഷമായിട്ട് നടത്തുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ടേ? നിങ്ങൾക്കൊന്നും വേറെ ഒരു പണിയുമില്ലേ? പുഷ്പ ഞങ്ങളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ. അവളുടെ അനിയത്തി കുട്ടിയുടെ വയസ്സറിയിച്ച ചടങ്ങിന് ഞങ്ങൾ ചെന്നില്ലെങ്കിൽ മോശമല്ലേ ചേച്ചി? ഓ, തരണ്ട് കല്യാണം. നിങ്ങൾക്കൊന്നും നാണമില്ലേ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോവാൻ? ഇവിടെ ഒരുപാട് ജോലിയുണ്ട് രേഖേ, നിങ്ങൾ പോയിട്ട് വാ. എവിടെ പോകുന്ന കാര്യം മോളെ? പുഷ്പയുടെ അനിയത്തിയുടെ വയസ്സറിയിച്ച ചടങ്ങിന്റെ കാര്യമേ മൈക്ക് വെച്ച് നാട്ടുകാരെ അറിയിച്ച് കല്യാണം പോലെ ആഘോഷമാക്കിട്ട് നടത്തുന്നേ. ശ്യാമ വരുന്നില്ല അന്ന്. അതെന്താ മോളെ? ഇവള് പോയാ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും? ഞാൻ ചെയ്തോളാം, മോള് പോയിട്ട് വാ. ആ, എന്നാ കൊണ്ടുപോയിക്കോ. വയസ്സറിയിച്ച പെണ്ണിന് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ ഇവള് കൂടെയുള്ളത് നല്ലതാ. മോൾ അതൊന്നും കാര്യാക്കണ്ട. അവൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ. മോള് റെഡി ആയിട്ട് വാ. നിങ്ങളിരിക്കെ. അഖിലെവിടെ? അവൻ റെഡിയാവുന്നേ ഉള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാ, എല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. അഖിലിനെ കൃത്യസമയത്ത് ഇവിടെ പിടിച്ചുകൊണ്ട് വരണമെങ്കിൽ അവന്റെ ലൈഫിലേക്ക് ഒരു പെണ്ണ് വരണം. അങ്ങനെ ഏതെങ്കിലും ഒരാൾ വന്നാ പോരാ,
അവന്റെ ഭാര്യയെ വരുന്ന പെൺകുട്ടിയെക്കുറിച്ച് എനിക്ക് ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്. എന്നെക്കാൾ ശ്രദ്ധയോടെ സ്നേഹത്തോടെ അഖിയുടെ കാര്യങ്ങൾ നോക്കുന്നവളായിരിക്കണം. അതിലുപരി അവൾ ഏറ്റവും സുന്ദരിയായിരിക്കണം. അത് ശരിയാ. ഇവിടെയുള്ളത് മിസ് കേരളയാണെങ്കിൽ വരാൻ പോകുന്നതേ മിസ് ഇന്ത്യ ആയിരിക്കണം. ആ, ഇനി നീട്ടിക്കൊണ്ടു പോവാതെ അഖിമോന്റെ കല്യാണം അങ്ങ് നടത്തണം. ലക്ഷ്മി അപ്പച്ചിക്ക് എന്നോടെന്താ ഇത്ര ശത്രുത? ഞാനിവിടെ സമാധാനത്തോടെ ജീവിക്കുന്നത് സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? എന്റെ അഖി, എന്തൊക്കെയാ നീ പറയുന്നേ? എന്തായാലും ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയാൻ പറ്റില്ലല്ലോ, ഇല്ലേ? എനിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി മാരേജ്. അതുവരെ ഈ കാര്യം പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. ഹലോ, ആ രാജേട്ടാ, ഡീറ്റെയിൽസ് കിട്ടിയോ? ആ, ഒരു കാര്യം ചെയ്യേ, രാജേവൻ അവിടേക്ക് പറ്റുമോ? ഞങ്ങൾ പുറകെ എത്തിക്കോളാം. എന്താടാ? നമ്മുടെ കമ്പനിയുടെ പാക്കിംഗ് കവറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി കറി മസാല തയ്യാറാക്കുന്ന ഒരു കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാ രാജേട്ടൻ പറഞ്ഞത്. എല്ലാ ക്വാളിറ്റി ചെക്കിങ്ങും കഴിഞ്ഞിട്ടാ നമ്മുടെ കറി പൗഡറുകൾ വിപണിയിൽ ഇറക്കുന്നത്. അത് തകർക്കാൻ ശ്രമിക്കുന്നത് ഇപ്പാരാ? റൂറൽ ഏരിയയിലൊക്കെ നമ്മുടെ പ്രോഡക്റ്റുകളാണെന്നും പറഞ്ഞ് ഇത്തരം ഫേക്ക് ഉൽപ്പന്നങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്നൊരു സൂചന കിട്ടിയിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇപ്പോഴാണ് വിവരം കിട്ടിയത്. നീ ഇതെന്തുകൊണ്ടാ നേരത്തെ പറയാറുന്നത്? സത്യാവസ്ഥ ഉണ്ടോയെന്ന് അന്വേഷിച്ചിട്ട് പറയാമെന്ന് കരുതി. ഇത്തരത്തിലൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലീസ് ഫോഴ്സുമായി പോയി അവരെ കസ്റ്റഡിയിലെടുക്കണം. ഞാൻ SP വിളിച്ചു പറയാം. അങ്ങനെ ഒരു റെയ്ഡ് നടത്തിയ മീഡിയക്കാർ പബ്ലിസിറ്റി കൊടുക്കും. എന്തായാലും രഹസ്യമായൊരു മൂവ്മെന്റ് ഇപ്പൊ നല്ലത്. അരുണേ, ഇപ്പൊ തന്നെ പോവാം. എടാ, ഭക്ഷണം കഴിഞ്ഞിട്ട് പോയാൽ പോരെ? നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നതേ നമ്മുടെ സ്ഥാപനത്തിന്റെ ലാഭം കൊണ്ടാ. അപ്പൊ കമ്പനിക്ക് ഒരു പേരുദോഷം ഉണ്ടാവുമെന്ന് അറിഞ്ഞാ പിന്നെ മറ്റൊന്നും ചിന്തിക്കാൻ നേരമില്ല. ഇനി അവരെ കൈയോടെ പിടികൂടാതെ ആഹാരം കഴിക്കാൻ പറ്റില്ല. അഖി, നിക്ക്. അമ്മ പറയുന്നൊന്ന് കേക്ക്. നിന്റെ ക്ഷീണം മാറിയിട്ടില്ല. നീ ഇവരെ കൂടെ പോവണ്ട. അക്കി, ഞങ്ങൾ പോയിട്ട് വരാം. നീ റെസ്റ്റ് എടുക്ക്. അമ്മേ, നമ്മുടെ ബിസിനസ് സംരക്ഷിക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്വമാണ്. നീ ഇവനെ തടഞ്ഞു നിർത്താൻ നോക്കണ്ട, നടക്കില്ല. ഈ ത്രിമൂർത്തികൾ ഒന്നിച്ചിറങ്ങുമ്പോൾ ആർക്കും പിന്തിരിപ്പിക്കാനും കഴിയില്ല. എൻ്റെ മക്കളെ പോലെയാ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന സ്ഥാപനവും. അത് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ധൈര്യമായി പോയിട്ട് വാ. ഇറങ്ങാം. മക്കളുടെ കാലത്തൊന്നും ഇത്ര ആഘോഷമായിട്ട് ഈ ചടങ്ങ് നടത്തിയിട്ടില്ല. ഇനി ഇതെല്ലാം ആഘോഷിക്കാൻ തന്നെയാ ഞങ്ങളുടെ തീരുമാനം. നമ്മുടെ കമ്പനിയുടെ പേരിൽ വ്യാജമായ കറി പൗഡർ ഉണ്ടാക്കി വിൽക്കുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് നമ്മുടെ തകർച്ചയാണ്. സിറ്റി വിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇതുപോലെ പല വ്യാജ കേന്ദ്രങ്ങളും കാണും. നമ്മുടെ ഈ റെയ്ഡ് ഒരു തുടക്കമാവട്ടെ. ഹലോ ഹലോ രാജേട്ടാ. ഹലോ, ഞാനങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ 10 മിനിറ്റിനകം നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തും. കമ്പനിയിൽ നിന്ന് ആളെ കൂട്ടി മൈക്കിളും റെഡിയായി നിൽപ്പുണ്ട്. ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട, കടകൾ തുറന്നു വരുന്നേ ഉള്ളൂ. ഗോഡൗണും ഓപ്പൺ ആയിട്ടില്ല. നിങ്ങൾ ഇപ്പോൾ ഉള്ളിടത്ത് തന്നെ വെയിറ്റ് ചെയ്തോ. ഞാൻ വിളിക്കാം, എന്നിട്ട് വന്നാൽ മതി. ആ, ഓക്കെ. അവിടെ കടകൾ ഓപ്പൺ ആയിട്ട് വരുന്നേ ഉള്ളൂ. നമ്മൾ കുറച്ചുകൂടി താമസിച്ച് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഏട്ടാ, നമുക്ക് ആ അമ്പലത്തിൽ നിന്ന് കയറി വന്നാലോ? ആ, നിങ്ങൾ പോയിട്ടോ. ഞാനിവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് വരാം. ആ ശരി, നീ വാ. என்ன
കാഴ്ചക്കാരി ഇരിക്കാൻ വന്നതാണോ? വന്നേ, ഇതൊക്കെയല്ലേ നമ്മുടെ സന്തോഷം. വേണ്ട പുഷ്പേ, അത് ശരിയാവില്ല. വാ, വാ പറഞ്ഞിട്ട് കാര്യമില്ല. വാ, വേണ്ട. ഷമിച്ചി ഇന്നേ ഡാൻസ് മാത്രം പോരാ, പാട്ടും വേണം. പാട്ടും ഡാൻസും കൂടെ ആയാലേ ഒരു ഓളം ഉള്ളൂ. പാട് ചേച്ചി. എനിക്ക് പാടാൻ പറ്റില്ലല്ലോ മോളെ. ശ്യാമേ, നിന്റെ പാട്ട് കേട്ടിട്ട് എത്ര വർഷമായി? ഇന്ന് പാടിയേ പറ്റൂ. പാട് ശ്യാമേ. ഇനി ജീവിതകാലം മുഴുവൻ എന്റെ മോളുടെ ശബ്ദമായി ഞങ്ങളെ അനുസരിച്ച് നീ കഴിഞ്ഞോണം. അതാ നമ്മൾ തമ്മിലുള്ള കരാർ. ശ്യാമേ, നിന്റെ അഭിനയൊന്നും വേണ്ട. നിന്റെ ഒരു പാട്ട് ഞങ്ങൾക്ക് കേട്ടേ പറ്റൂ. ഇവിടെ ഇപ്പൊ നമ്മള് മാത്രല്ലേ ഉള്ളൂ. നാണിക്കാതെ പാടുവച്ചേ. എന്താ ശ്യാമേ, നീ ഇനി പാടില്ലാന്ന് പ്രതിജ്ഞ വല്ലതും എടുത്തിട്ടുണ്ടോ? അതല്ല പുഷ്പേ. ചേച്ചി, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാട് ചേച്ചി, പ്ലീസ്. മോളെ, എന്റെ കണ്ണ, അരുന്ധതി ദേവിക്ക് ഞാൻ കൊടുത്ത വാക്ക് ഇങ്ങനെ തെറ്റിക്കും? ഇവരിത്രയും നിർബന്ധിക്കുമ്പോ പാടിയില്ലെങ്കിൽ അതെന്റെ അഹങ്കാരമായിട്ട് ഇവർക്ക് തോന്നില്ലേ? ഞാൻ എന്ത് ചെയ്യും? ഒരു മാർഗം പറഞ്ഞതാ കൃഷ്ണ. മഞ്ഞ് പെയ്യണ മരം കുളിരണ മകരമാസ. ഇത് വിസ്മയുടെ ശബ്ദമല്ലേ? ഇവിടെ എവിടെ അവളുടെ പ്രോഗ്രാം നടക്കുന്നത്? അയ്യോ,